ഇന്ന് ഈസി ആയിട്ടൊരു ജാം പറഞ്ഞു തരട്ടെ. നമ്മുടെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇത് കറുത്തു പോകും. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്തെന്നാണ്? പഴം. അപ്പോൾ ആ പഴം കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ജാമാണ്. ചപ്പാത്തിയിലും ബ്രെഡിലൊക്കെ പുരട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ജാമാണ്. ദേ അവശതയായിരിക്കുന്ന ഈ 2 പഴമാണ് ഞാനിന്ന് എടുത്തേക്കുന്നത് കേട്ടോ. അതിൻ്റെ തലയും വാലും ഒന്ന് ഞെട്ടിൻ്റെ ഭാഗം രണ്ടും കളഞ്ഞിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നന്നാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ആവിയിലൊന്ന് വേവിക്കണം. ഇത് കഴുകിയെടുത്തതാണ്. ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിക്കണം. ഇതിൻ്റെ ഉള്ളിൽ ആ ഞാര് പോലത്തെ ഒരു കറുത്ത കുരുവായിട്ടുള്ള സംഭവമില്ലേ, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മുറിച്ച് കളഞ്ഞിട്ട് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിൽ ഇത് വേവിക്കാം കേട്ടോ. അത് കളഞ്ഞിട്ട് വേണമെങ്കിലും വേവിക്കാം. ഞാനിങ്ങനെ പുഴുങ്ങിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് അതിങ്ങനെ കളയുന്നത്. എനിക്ക് അതാണ് സുഖമായിട്ട് തോന്നിയേക്കുന്നത്. നിങ്ങൾ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ജസ്റ്റ് അത് കളഞ്ഞിട്ട് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു പഴത്തിൻ്റെ ഒരു ഞാരുണ്ടാവില്ലേ പുറമേ തന്നെ ഒരു വള്ളി പോലെ, അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഞാനിതിങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. മുറിച്ചെടുത്തിട്ട് ആണ് ആ ഉള്ളിൽ നിന്ന് ഞാരെടുത്ത് കളയണത്. എനിക്ക് ഇതാണ് എളുപ്പമായിട്ട് തോന്നിയേക്കണത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. എന്നിട്ട് ഇങ്ങനെ പഴം ഇങ്ങനെ പുഴുങ്ങിയെടുക്കണം. ഏകദേശം നല്ലോണം തന്നെ പുഴുങ്ങണം കേട്ടോ. കല്ല് പോലത്തെ പഴമല്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടുന്ന രീതിക്ക് വേണം പഴം പുഴുങ്ങിയെടുക്കാനായിട്ട്. ആ രീതിയിലുള്ള പഴം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനത്തെ പഴം വേണേ. അങ്ങനെ ഉടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ബാക്കിലോട്ട് ഇട്ടൊന്ന് കറക്കിയെടുക്കുക. ഫുള്ളായിട്ട് അങ്ങനെ അരയേണ്ട, ജസ്റ്റ് ചെറിയൊരു കുഞ്ഞ് കഷ്ണം പോലെയൊക്കെ വേണം. ഞാൻ ആ ജാമി പുരട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ചെറിയൊരു കഷ്ണം പോലെ വേണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഞാൻ ഇതുകൊണ്ടാണ് ഉടച്ചെടുക്കുന്നത്. നല്ല പഴമായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ അത് ഉടഞ്ഞും കിട്ടിയായിരുന്നേ. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഉരുളക്കിഴങ്ങ് ഉടക്കണതും ഇതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് ഉടച്ചെടുത്ത സമയം കൊണ്ട് ഞാൻ അവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ആ ഉടച്ച പഴത്തിന് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കേണ്ട. ആ നെയ്യ് ആ പഴത്തിൽ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് വേണ്ടി. ഞാൻ ഉണ്ടാക്കുന്ന ഒരു എളുപ്പപ്പണിയുള്ള ഒരു ജാമാണ് കേട്ടോ. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാവേ. 1 സ്പൂണോളം ശർക്കരയില്ലേ, കറുത്ത ശർക്കര, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1-1.5 സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ടാ. ഇത് ശർക്കരയിൽ മാത്രം വേണമെങ്കിലും ഉണ്ടാക്കാം, പഞ്ചസാരയിൽ മാത്രം ഉണ്ടാക്കാം. ഇത് 2 ഈക്വലായിട്ട് ഉണ്ടാക്കാം. ഏതെങ്കിലും ഒരെണ്ണം കുറച്ചുണ്ടാക്കാം, ഏതെങ്കിലും ഒരെണ്ണം കൂട്ടി ഉണ്ടാക്കാം. ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. എനിക്കിത് ശർക്കര പകുതി പഞ്ചസാര പകുതിയിൽ ചെയ്യാനാണ് ഇഷ്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴത്തിൻ്റെ കളർ അങ്ങോട്ട് മാറിക്കിട്ടും. ആ ശർക്കരയുടെ ഒരു കളറായി കിട്ടുവേ. നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്യേണ്ടത്. അത് ഫ്രിഡ്ജിൽ വെച്ച് ശർക്കരയാണേ. അത് നല്ല ഹീല് പോലെ ഇരുന്നേച്ച് ഒരിത്തിരി നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരിത്തിരി ലൂസായിട്ടുള്ള ശർക്കര തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചേച്ച കാരണമാണ് അതങ്ങനെ ടൈറ്റായിട്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ പാകത്തിനും മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു നാരങ്ങയുടെ പകുതി നീര് മാത്രം, കുരുവൊക്കെ കളഞ്ഞിട്ട് പകുതി നീര് മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിട്ടല്ലേ. ഇത് ഈ 2 പഴത്തിൽ ചെയ്യണേൻ്റെ റെസിപ്പിയിലാണ് ഞാൻ ഈ അര നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുത്തത്. അത് ചേർത്ത് കൊടുത്ത് അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 ഞാനൊരു 6 തുള്ളിയോളം വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അങ്ങനെ പഴത്തിൻ്റെ ജാം റെഡി ആയിട്ടോ. ഇത്രേ ഉള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ നീര് ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളക്കണ്ട. ഇത് ഞാൻ ബ്രെഡിലാണ് ഇവിടെ ഇന്ന് കൊടുക്കുന്നത്. ചപ്പാത്തിയിലും നമുക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാം കേട്ടോ. ഇവിടെ പിള്ളേർക്ക് എന്തിൽ കൊടുത്താലാണെങ്കിലും പിള്ളേർ കഴിച്ചോളും. അങ്ങനെയൊന്നുമില്ല. ഇത് ജാമാണെന്ന്, പഴത്തിൻ്റെ ജാമാണെന്ന് കണ്ടാൽ തോന്നൂല, അറിയത്തില്ല. ആ വാനില എസൻസിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ നിങ്ങളുടെ ഒരു ഏലക്കായ ആണെങ്കിൽ ഏലക്കായ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പഴത്തിൻ്റെ ജാമാണ്, ഏത്തപ്പഴം ജാമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ കാണുന്നതൊക്കെ പഴത്തിൻ്റെ ചെറിയ തരികളാണ് കേട്ടോ. ആ തരികളുണ്ടെങ്കിൽ ഒരു കടിക്കാനായിട്ട് കിട്ടുമല്ലോ. ആ ഒരു ഇതാണ് ഞാനങ്ങനെ ഈ തരികൾ വെച്ച് ചെയ്യുന്നത്. തരികൾ അധികം ഉടയ്ക്കാതെ ചെയ്യുന്നത്. ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്, പുറത്ത് ഞാൻ സൂക്ഷിക്കാറില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ.